ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ഹരേ കൃഷ്ണ. യദുകുലത്തിലെ എല്ലാ ഗോപി ഗോപന്മാർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കഥയിൽ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. ഭഗവാൻ എങ്ങനെയാണ് അലങ്കാരപ്രിയനായി മാറി എന്നും കേട്ടു. അടുത്തത് രണ്ടാമത്തെ ആളാണ് ശകടാസുരൻ. ശകടാസുരന് മോക്ഷം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒപ്പം തൃണാവർത്തൻ്റെ മോക്ഷവും ഇതിൽ തന്നെ പറയാം. കുട്ടിക്കഥകളാണ്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? പൂച്ചയുടെ വിചാരം എന്താണ്? ആരും എന്നെ അറിയില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെയാണ് നമ്മുടെ കണ്ണനും. കണ്ണടച്ച് മിണ്ടാതെ കിടക്കും. വരുന്ന ആൾക്കാർ അങ്ങ് എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ തട്ടി വിട്ടിട്ട് പോകും. ബാക്കി മോക്ഷം ഭഗവാൻ കൊടുക്കും. ഇതേപോലെയാണ് ഇതാണ് പൂതനയ്ക്ക് പറ്റിയ അബദ്ധം. ഇനി രണ്ടാമത്തെ ആളാണ് ശകടൻ. ശകടന് കൊടുക്കുക. രൂപമില്ലാത്ത ഒരു അസുരനാണ് ഈ ശകടൻ എന്ന് പറയുന്നത്. പൂതനയുടെ കൂടെ വന്നതാണ്. ഉറങ്ങിക്കിടക്കുന്ന കണ്ണനെ കണ്ട് അവൻ ഓർത്തു, എനിക്കൊരു രൂപമുണ്ടായിരുന്നെങ്കിൽ ഈ കള്ളക്കുട്ടിയെ ഞാൻ കുലുക്കി ഉണർത്തിയേനെ എന്ന്. അപ്പോൾ അവൻ വണ്ടി കൊണ്ടു. ഭരണികളും പിച്ചളപാത്രങ്ങളും വെച്ച വണ്ടി. അസുരൻ ആ വണ്ടിയിൽ പ്രവേശിച്ചു. ശകടാസുരനായി. കണ്ണൻ്റെ നേരെ കുതിച്ചു. പൂതനാമോക്ഷത്തിന് പകരം വീട്ടണം. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണല്ലോ വന്നത്. അപ്പോൾ ആ പൂതനേനെ കൊന്നു. എന്നാൽ ശരി, ഇനി പൂതനെ കൊന്നതിന് പകരം വിട്ടണ്ടേ? അതിന് ശകടാസുരൻ ശകടമായി വരികയാണ്. വണ്ടിചക്രമായിട്ട് വരികയാണ്. മരവണ്ടി പാഞ്ഞു വന്നപ്പോൾ മരപ്രഭു കണ്ണു തുറക്കാതെ തന്നെ കാല് കുടഞ്ഞൊന്ന് കരഞ്ഞു. പ്രഭുവിൻ്റെ തളിർപാദം തട്ടിയ വണ്ടി പിന്നോട്ട് മറിഞ്ഞ് പൊട്ടിച്ചിതറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിറന്ന് 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഒരു കുഞ്ഞിൻ്റെ ആ കുഞ്ഞു പാദം തട്ടിയിട്ട് ഓടി വരുന്ന വണ്ടി പുറകിലേക്ക് പോയിട്ട് തട്ടി മറിഞ്ഞ് വീഴുന്നൊരവസ്ഥ. ആരാണ്? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥനാണ് അല്ലേ? ഒന്ന് ചിരിച്ചാൽ പോലും സർവ്വതും നശിച്ചു പോകുന്ന അത്രയും കഴിവുള്ളതാണ്. എല്ലാം ഉദരത്തിൽ കെട്ടിവെക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആളുടെ ഈ തള്ളിരിലം പാദം കൊണ്ട് ആ ശകടനെ അങ്ങ് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. കണ്ണൻ്റെ ചുറ്റും നിന്ന കുട്ടികൾ ഓടി വന്ന് പാദം തടവി കൊടുക്കുകയാണ്. അയ്യോ, കാല് വേദനിച്ചോ എന്ന് പറഞ്ഞിട്ട് തടവി കൊടുക്കുകയാണ്. നീലക്കുട്ടി വണ്ടി പുറകോട്ട് ഓടിക്കാൻ ഇപ്പോഴേ പഠിച്ചല്ലോ. അപ്പോൾ ഗോപന്മാർ പറയുകയാണ് അവിടെ നിന്നിട്ട്, ചെറിയ കുട്ടിയാണ്, നീല കണ്ണനാണല്ലേ, ഇപ്പം തന്നെ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഓടി വന്ന് കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം. പോട്ടെ, വേദനിച്ചോ എന്ന് പറഞ്ഞിട്ട്. ഉണ്ണി വലുതാവുമ്പോൾ നല്ല വണ്ടിക്കാരനാകും അല്ലേ? അടുത്ത കമൻസ് അതാണ്. വണ്ടി മറിഞ്ഞു വീണ ശബ്ദം കേട്ട് നന്ദനും യശോദയും ഗോപികളും ഓടി വന്നു. ആരും അനക്കാതെ ഈ വണ്ടി എങ്ങനെ വീണു? സർവർക്കും സംശയം. കണ്ണൻ കാലിളക്കിയപ്പോൾ വീണു, ഞങ്ങൾ ശരിക്കും കണ്ടതാണ്, കുട്ടികൾ ആവേശത്തോടെ പറഞ്ഞു. അവരൊന്നും അത് വിശ്വസിച്ചില്ല. അതൊന്നും വകവെച്ചില്ല. കണ്ണൻ കൂട്ടുകാരെ നോക്കി കണ്ണിറുക്കി. മിണ്ടല്ലേ, എൻ്റെ ഫലം അവർക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ ഉണ്ണിക്കണ്ണൻ ചുമ്മാ ഒന്ന് കണ്ണടച്ചു കൊടുത്തു. അന്ന് കണ്ണൻ പിറന്നിട്ട് വന്ന 3ാമത്തെ രോഹിണി നാളായിരുന്നു. ആ ദിനം ആഘോഷിക്കാൻ ഗോപികളും ബ്രാഹ്മണരും എത്തിയിരുന്നു. ബ്രാഹ്മണർ കണ്ണന് വേദമന്ത്രങ്ങൾ ചൊല്ലി ആശിസേകി. കണ്ണനോ യശോദമ്മയുടെ മടിയിലിരുന്ന മുലപ്പാലുണ്ടു. ശകടാസുര മോക്ഷത്തിൻ്റെ ക്ഷീണം തീർത്തു. ആ ശകടാസുരനെ കൊന്ന ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയുള്ള ആ ദിവസം പോലും ഒരു രോഹിണി നക്ഷത്രമായിരുന്നു എന്നുള്ളതാണ്. ആ ക്ഷീണം തീർത്തത് ബൂസ്റ്റും ഇതൊന്നും കഴിച്ചിട്ടൊന്നും അല്ല, അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ട് തന്നെയാണ് ഭഗവാൻ ക്ഷീണം തീർക്കുന്നത്. അങ്ങനെ ശകടൻ്റെ കഥ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. തൃണാവർത്തൻ്റെ മോക്ഷകഥയാണ് പറയുന്നത്. എങ്ങനെയാണ് തൃണാവർത്തൻ വന്നതും പോയതും നോക്കാം. കണ്ണൻ മണ്ണിലെത്തിയിട്ട്, അതായത് ഭൂമിയിൽ പിറന്നിട്ട് 1 വർഷം തികയുന്ന ദിവസമായിരുന്നു. യശോദമ്മയ്ക്കാണെങ്കിൽ കണ്ണനെ താഴത്ത് വെക്കാനും പറ്റണില്ല, തലയിൽ വെക്കാനും പറ്റുന്നില്ല അല്ലേ? താഴത്ത് വെച്ചാൽ മണ്ണാവും, തലയിൽ വെച്ച പേനാവും എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ സദാസമയം ഉണ്ണിക്കണ്ണനെ ലാളിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ വായുപുരേശനെ കാണാനപ്പോൾ വായുരൂപിയായിട്ടുള്ള ഒരു അസുരൻ വരികയാണ്. അവനാണ് തൃണാവർത്തൻ.
അവൻ എന്നെ എടുത്തു പറക്കും. ഹായ് നാട് കാണാം. കണ്ണൻ വിചാരിക്കണ എന്താണ്? ആ വായുരൂപനായിട്ടുള്ള ആ അസുരൻ വന്ന് വായുപുരേശനായ എന്നെ എടുത്തിട്ട് ഇങ്ങനെ പറക്കുമ്പോൾ എനിക്ക് ലോകം മുഴുവൻ കാണാലോ എന്നുള്ള സന്തോഷത്തിലാണ് കണ്ണൻ്റെ കിടപ്പ്. അതോർത്ത് കണ്ണൻ തളിർമ എനിക്ക് ഭാരം കൂട്ടി. ഇനി എടുത്ത് പറക്കുമ്പോൾ ഇങ്ങനെ ഷൂന്നങ്ങ് പറന്നു പോകേണ്ട, കുറച്ച് ഭാരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കുന്നതിനനുസരിച്ച് ഭാരം കൂടി കൂടി വരാൻ തുടങ്ങി. അപ്പോൾ യശോദമ്മ മടിയിലെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോഴാണ് ഭാരം കൂട്ടുന്നത്. അത് കാരണം യശോദമ്മയുടെ മടിയിൽ നിന്ന് കണ്ണൻ താഴെ ഇറങ്ങണം. അപ്പോൾ താഴെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് ഭാരം കൂട്ടിയിട്ട് കയ്യിൽ കനം കൊടുക്കണം. അപ്പോൾ താഴേക്ക് കടത്തുമല്ലോ. അങ്ങനെ യശോദ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ തറയിൽ പട്ട് വിരിച്ച് കിടത്തി. അപ്പോഴേക്കും തൃണാവർത്തൻ ചുഴലിക്കാറ്റായി ദിക്കെങ്ങും പൊടി പറത്തി നന്ദഗൃഹത്തിലേക്ക് പാഞ്ഞു കയറി. രജസായി, പിന്നെ തമസായി, പൊടിയും ഇരുട്ടും സത്വഗുണം തിളങ്ങുന്നു. നീലരത്നം പോലെ മിന്നുന്ന ശിശുവിനെ പൊക്കിയെടുത്തവൻ വാനിലേക്ക് അങ്ങ് ഉയർന്നു. വീഴാതിരിക്കാനാണെന്ന മട്ടിൽ കുഞ്ഞിനെ കൈകൊണ്ട് ഉണ്ണി അവൻ്റെ കഴുത്തിൽ പിടിച്ചു. വീഴോ എന്ന് പറഞ്ഞ് പേടിച്ച് പിടിക്കുന്നത് പോലെ കൃഷ്ണൻ എന്ത് ചെയ്തു? തൃണാവർത്തൻ്റെ കഴുത്തിൽ അങ്ങ് ഇറുക്കി പിടിച്ചു. തൃണാവർത്തൻ കണ്ണനെ ഉയർത്തി ദേവകൾ പറഞ്ഞു. കരിമലകൾ എടുത്ത് അമ്മാനുമാടാറുള്ള അവന് കരിമുകിൽ വർണ്ണന്റെ ഭാരം അസഹ്യമാവാൻ തുടങ്ങി. വലിയ വലിയ മലകളൊക്കെ എടുത്ത് ഉയർത്തി എറിയുന്നവനാണ് ഈ തൃണാവർത്തൻ. പക്ഷേ ഈ കുഞ്ഞുണ്ണിക്കണ്ണനെ എടുത്തപ്പോഴത്തേക്കും അവനും വയ്യാണ്ടായി. പൊതനയെ പോലെ കുലുക്കി വീഴ്ത്താൻ നോക്കി. പിന്നെ ഭാരം കൂടിയപ്പോൾ അങ്ങനെ കുലുക്കി വീഴ്ത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ വിടുന്നില്ല. കഴുത്തിൽ ഇറക്ക പിടിച്ചിരിക്കുകയല്ലേ. കുഞ്ഞിക്കൈ കൊണ്ടുള്ള കണ്ടത്തിലെ പിടുത്തം വിടുന്നില്ല. ഇതാണ് ശരിക്കുള്ള മുക്തി. തൃണാവർത്തൻ അലറാൻ തുടങ്ങി. ഭഗവാന്റെ പിടി മുറുകി. ശബ്ദം നിലച്ചു. ഗതി കീഴോട്ടായി. താഴെ ഇപ്പോഴാണ് ശരിക്കും തൃണാവർത്തൻ ഉയരുന്നത്. അവൻ്റെ ജീവാത്മാവ് സർവഗർവും പാപവും നശിച്ച് വൈകുണ്ഠം പ്രാപിച്ചു. ശരീരം ഗോപികളുടെ മുന്നിൽ പാറപ്പുറത്ത് വന്നു വീണു ചിതറി. ത്രിപുരങ്ങൾ മഹാദേവന്റെ ആയുധമേറ്റു വീണതുപോലെ കോലാഹലത്തോടുകൂടി. എന്നാൽ ആ മാറത്ത് കണ്ണൻ ഒരു പോറൽ പോലും ഏൽക്കാതെ കളിച്ച് രസിക്കുന്നു. കണ്ണനെ കാണാതെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന ഗോപികകൾ ആ കാഴ്ച കണ്ട് ഓടി വന്നു. മേഘമലയിൽ നിന്ന് ചന്ദ്രബിംബത്തെ എന്ന പോലെ ഗോകുലചന്ദ്രനെ എടുത്ത് ഗോകുലേശ്വരിയുടെ കയ്യിൽ നൽകി. പിന്നെ ഗോപികൾ ആശ്വാസപൂർവം പറഞ്ഞു, നമ്മൾ പൂർവജന്മത്തിൽ വല്ല തപസ്സോ പൂജയോ സമഭാവനയോടെയുള്ള ജീവിതമോ ഒക്കെ നയിച്ചിട്ടുണ്ട്. അതല്ലേ രക്ഷസു പിടിച്ചിട്ടും കരിമലയിൽ വീണിട്ടും കണ്ണനൊരു ആപത്തും വരാത്തത്. വരുന്ന പരദ്രോഹികളൊക്കെ അവരുടെ മഹാപാപത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പല പല ഗോപികമാർ അവരവരുടെ വിരവാദം മുഴക്കുകയാണ്. യശോദ സാനന്ദം കണ്ണന് അമ്മിഞ്ഞ പാല് നൽകി ആ മുഖം ലാളിച്ചുകൊണ്ട് വിചാരിച്ചു, ഇപ്പോൾ ഇവൻ പൂവിതൾ പോലെ, അപ്പോൾ അല്പം മുമ്പ് പർവ്വതം പോലെ തോന്നി. ആ മടിയിൽ കിടന്നപ്പോൾ ഭയങ്കര ഭാരം തോന്നിയില്ലേ? അപ്പോൾ ഇങ്ങനെ സ്വയം ആലോചിക്കുകയാണ്. ഉടൻ ഉണ്ണിക്കണ്ണൻ ഒന്ന് കോട്ടുവായിട്ടു. അപ്പോഴത്തേക്കും അമ്മയുടെ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ ആ ഉറക്കം വരുന്നു എന്നുള്ള ആ ചിന്തയിൽ ഒരു കോട്ടുവായിട്ടു. ആ വായിൽ നോക്കിയപ്പോഴോ യശോദ കണ്ടത് എന്താ? സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, ആകാശം, നദി, വനങ്ങൾ, വിവിധ ജീവികൾ ഇവയെല്ലാം ആ വായിൽ കണ്ടു. കൃഷ്ണപ്രേമമാകുന്ന ദിവ്യദൃഷ്ടി കൊണ്ട് വിശ്വരൂപം ദർശിച്ചു. യശോദ ആദ്യം അമ്പരന്നു, പിന്നെ ആനന്ദമായി, പിന്നെ ഭയന്ന് കണ്ണു ചിമ്മി. എൻ്റെ ഉദരത്തിൽ ഉലകം മുഴുവനുമുണ്ടമ്മേ, അതാണ് ഭാരം വന്നത് എന്ന് കണ്ണനും കണ്ണു ചിമ്മി വായ്പൂട്ടി. അതായത് പറയാതെ പറയുകയാണ്, ഞാൻ ആരാണ്, അമ്മയ്ക്ക് അറിയില്ലല്ലോ, അമ്മ കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് നമ്മുടെ എന്താ പറയുക, യശോദ അമ്മ പേടിക്കുകയാണ് ചെയ്യുന്നത്. ആ പേടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മായ കൊടുത്ത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊരു രൂപത്തിലേക്കും വരികയാണ്. ഇതാണ് തൃണാവർത്തൻ. മേഘം കാറ്റായി വന്ന്, രൂപമില്ലാത്ത കാറ്റായി വന്ന് മോക്ഷം നേടാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ ഉണ്ണി പിറന്ന് ഉണ്ണിക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പേരിടുന്നത്. പിന്നെ നമുക്ക് നാമകരണമാണ്. അടുത്ത കഥയിൽ നാമകരണവുമായിട്ടും വരാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ. രാധേ രാധേ. യദുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.